ഹായ്, എല്ലാവർക്കും വിപിൻസ് വ്ലോഗിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കുന്നത് കൂടുതലും അതിൻ്റെ ഗുണം ലഭിക്കുക യൂട്യൂബേഴ്സിനാണ്. പുതിയ യൂട്യൂബേഴ്സ്, ക്രിയേറ്റേഴ്സ് എന്നിവയുള്ളവർക്കാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുക. കാരണം ഒരുപാട് ആളുകളുടെ സംശയമാണ് യൂട്യൂബ് ചാനലിൻ്റെ അല്ലെങ്കിൽ വീഡിയോയുടെ ലിങ്ക് വാട്സപ്പ് വഴി ഷെയർ ചെയ്തു കൊടുത്താൽ വീഡിയോസിന് ഏണിങ്സ് കുറയുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഏണിങ്സ് കിട്ടില്ലേ എന്ന്, വാച്ച് ടൈം കൂടുമോ എന്നെല്ലാം ഉള്ള സംശയങ്ങൾ ഒരുപാട് പേർക്കുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു ഉത്തരമായാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഒരു ചെറിയ ഇൻട്രോ ഉണ്ട്. ആ ഇൻട്രോ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതുപോലെ ഒരു കാര്യം കൊണ്ട് പറയട്ടെ, ഇതുപോലെയുള്ള അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതുപുത്തൻ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അങ്ങനെ രേഖപ്പെടുത്തുക മാത്രമേ നമുക്ക് ഈ വീഡിയോയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഇനി കൊണ്ടുവരണമെന്നും പുതിയ വീഡിയോകൾക്ക് ആ മാറ്റം കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുക. നിങ്ങളുടെ സംശയങ്ങളും വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മുഴുവൻ കാണണേ. ഹായ്, അപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് അവരുടെ ചാനലിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയും സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അവരെല്ലാം വാട്സപ്പിൽ തങ്ങൾക്കറിയാവുന്ന കോണ്ടാക്ട്സിനെല്ലാം തങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ കാണുന്ന ഗ്രൂപ്പുകളിലും ഇതുപോലെ നിങ്ങളുടെ വീഡിയോസ് ഷെയർ ചെയ്യുന്നു. അതൊക്കെ എന്തിനാ? നമ്മുടെ ഏണിങ്സ് കൂടാൻ, അല്ലെങ്കിൽ വാച്ച് ടൈംസ് കൂടാൻ. അതായത് അഡ്വർടൈസ്മെന്റ് വന്നു തുടങ്ങിയ ചാനലിനാണെന്ന് വെച്ചാൽ ഏണിങ്സ് കൂടാനും, അഡ്വർടൈസ്മെന്റ് വന്നു തുടങ്ങാത്ത ചാനലുകളാണെന്ന് വാച്ച് ടൈമിൽ കൂടാനും, സബ്സ്ക്രൈബേഴ്സിനെ ഏൺ ചെയ്യാനും എല്ലാം നമ്മളത് ചെയ്യുന്നത്. വാട്സപ്പിൽ നമ്മൾ ഷെയർ ചെയ്തുമ്പോൾ നമുക്ക് മുഴുവനായിട്ട് നമ്മളുടെ ആഗ്രഹം നിറവേറുന്നുണ്ടോ? ഇല്ല എന്നാണ് ഞാൻ പറയാം. കാരണം ഇപ്പോൾ അടുത്താണ് വാട്സപ്പിൽ ഈ ഒരു ഫീച്ചർ വന്നിരിക്കുന്നത്. നമ്മൾ വീഡിയോ അയച്ചു കഴിഞ്ഞാൽ ആ വീഡിയോയുടെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ യൂട്യൂബിലേക്ക് പോകും. എന്നാൽ ലിങ്കിലല്ല, അതിന് മുകളിലുള്ള ആ ഒരു ഫോട്ടോയിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്തതെങ്കിൽ ആ വീഡിയോ വാട്സപ്പിന്റെ ഉള്ളിൽ വെച്ച് തന്നെ പ്ലേ ആവും. ഇങ്ങനൊരു ഫീച്ചർ അവർ കൊണ്ടുവരാനുള്ള കാരണം യൂട്യൂബേഴ്സിനെ പറ്റിക്കാനോ അങ്ങനെയൊന്നും ഒരു ഓപ്ഷനല്ല. സാമാന്യന് ഏതൊരു ആപ്ലിക്കേഷനും പോലെ തന്നെ വാട്സപ്പും വിചാരിച്ചതൊക്കെ എന്നൊരു കാര്യമാണ്. അതായത് വാട്സപ്പ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ലിങ്കിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായി ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് യൂട്യൂബിലേക്ക് പോകും. പിന്നെ ചിലപ്പോൾ നമുക്ക് വാട്സപ്പിലേക്ക് തിരിച്ചു വന്നോളണമെന്നില്ല. ആ വീഡിയോ കാണും, അപ്പോൾ അതിൻ്റെ അടുത്തതായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ കാണും. അങ്ങനെ നമ്മുടെ സമയം യൂട്യൂബിലേക്ക് മാറും, വാട്സപ്പ് ഉപയോഗിക്കാതെയാവും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വാട്സപ്പ് മാത്രമല്ല, വെബായാലും മറ്റ് ആപ്ലിക്കേഷനുകളായാലും പലതിലും ഉൾപ്പെടുത്തിയിരിക്കുന്ന ഫീച്ചറാണ്. അതിൻ്റെ ഉള്ളിൽ വെച്ച് നമുക്ക് പ്ലേ ചെയ്യാനുള്ള ഒരു സൗകര്യം. അങ്ങനെ പ്ലേ ചെയ്യുമ്പോൾ ഒരിക്കലും യൂട്യൂബ് എന്ന ആപ്ലിക്കേഷൻ മുഖേനയല്ല അത് പ്ലേ ആവുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വാച്ച് ടൈം കൂടാനോ വ്യൂവേഴ്സ് കൂടാനോ, വ്യൂവേഴ്സ് ഇപ്പോൾ കൂടിയെന്ന് വരും ചിലപ്പോൾ, എങ്കിലും അത് കുറച്ച് കഴിഞ്ഞാൽ സ്പാമായി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചാനലിൻ്റെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ
നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലീസ്, മെമ്പേഴ്സ്, അതുപോലെ ഗ്രൂപ്പുകൾ എന്നിവയിലേക്കൊക്കെ നിങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഒരിക്കലും ഷെയർ ബട്ടൺ ചെയ്തതിന് ശേഷം ആ ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്ത് നേരെ അങ്ങോട്ട് ഷെയർ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഷെയർ ചെയ്യുന്നതിന് മുമ്പ് ഒരല്പം ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വീഡിയോയുടെ ആ തംബ്നെയിലിൻ്റെ ഒരു ഫോട്ടോ പോലത്തെ ഒരു ഇത് വരും. ഒരു ബ്ലറായിട്ടാണ് കാണിക്കുക. അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്താലാണ് നമ്മുടെ ആ ആപ്ലിക്കേഷൻ്റെ ഉള്ളിലിരുന്ന് തന്നെ ഈ വീഡിയോ കാണാൻ സാധിക്കുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതൊന്ന് ക്ലോസ് അടിക്കുക. എന്നിട്ട് ആ ലിങ്ക് മാത്രം ഒന്ന് ഷെയർ ചെയ്യുക. ഇനി ലിങ്ക് മാത്രം ഷെയർ ചെയ്യുമ്പോൾ എന്താണ് ആ വീഡിയോ എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവണമെന്നില്ല എന്നാണെങ്കിൽ ആ ലിങ്ക് ഷെയർ ചെയ്യുന്നതിനൊപ്പം നിങ്ങളുടെ ആ വീഡിയോയുടെ തംബ്നെയിൽ കൂടി ഷെയർ ചെയ്യുക. തംബ്നെയിൽ ഷെയർ ചെയ്തതിന് ശേഷം അതിൻ്റെ അടിയിൽ ലിങ്ക് കൊടുത്ത് ഡിസ്ക്രിപ്ഷൻ പോലെ ലിങ്ക് കൊടുത്തതിന് ശേഷം അത് ഷെയർ ചെയ്യുക. അപ്പോൾ തംബ്നെയിൽ ക്ലിക്ക് ചെയ്ത തംബ്നെയിൽ മാത്രമേ കാണുള്ളൂ, നമുക്ക് വീഡിയോ കാണാൻ പറ്റില്ല. അപ്പോൾ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ആ ലിങ്ക് തന്നെ ക്ലിക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെ കൊടുക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ ഉദ്ദേശം, അതായത് വാച്ച് ടൈം കൂടുക, ഏണിങ്സ് ഉണ്ടാക്കുക എന്നുള്ള കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അപ്പോൾ യൂട്യൂബേഴ്സിനും പുതിയ ക്രിയേറ്റേഴ്സിനും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു അറിവാണിത്. ഈ അടുത്താണ് ഞാനിത് മനസ്സിലാക്കിയത് എന്നും കൂടി പറയട്ടെ. ഞാനും ഇതിനു മുമ്പ് ഇതുപോലെയാണ്, പഴയ പോലെ ആയിരുന്നു എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്തിരുന്നത്. ഈ അടുത്താണ് ഞാനും ഇത് മനസ്സിലാക്കിയത്. അതുകൊണ്ട് നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള പുതുപുത്തൻ അറിവുകൾക്കുമായിട്ട് ഉടനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷനായിട്ട് കാത്തിരിക്കുക. നമ്മുടെ പുതുപുത്തൻ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ സൈനിങ് ഓഫ് ദി പെൻസിൽ.